പിന്നെയും മിസ് കോൾ. നാട്ടിന്ന് വൈഫാണ്. അവിടെ വെച്ചേക്ക്. നിങ്ങളുടെ വീട്ടിന്നാ ഒന്ന് വിളിച്ചോക്ക്. എന്റെ മൊബൈലിൽ കാശില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാ എന്റെ മൊബൈലിൽ വിളിച്ചോ? വേണ്ട, നിന്റെ മൊബൈൽ ഞാൻ എത്ര വിളിച്ചു, ഞാൻ പിന്നെ വിളിച്ചോളാം. നമ്മൾ തമ്മിലുള്ള കണക്കൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഷൊർണൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പാസഞ്ചർ ട്രെയിനിൽ ദാരുണമായ ആക്രമണം. നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെ, പഴയകാല ഇപ്പോഴും സുഹൃത്ത്. തോബിയാസിന്റെ കേസ് അന്വേഷണത്തിൽ പുതിയ നീക്കങ്ങൾ എന്തോ നടക്കുന്നു കേട്ടു. സീരിയലോട് ഇപ്പൊ ACPയുടെ അന്വേഷണം തീർത്തും രഹസ്യമാണ്. നോക്കടാ, ആർക്കും ഒരു ഐഡിയ ഇല്ല. നനയ്ക്കാൻ വെച്ചിട്ടുണ്ടടാ. നിങ്ങൾ കാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ചവിട്ടി കൊന്നത് കണ്ടില്ല ഞാൻ. എടാ, ജലീലിന്റെ ഫോൺ കൊടുക്കടാ. ഭരതം വീട്ടിലെത്തിയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്കറിയാമായിരുന്നു. ആഹാ, തെളിവ് കയ്യെത്തുന്നുണ്ടല്ലോ. നമുക്ക് പോവാം.
വണ്ടിയുടെ സൗണ്ട് ഓർക്ക്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കരുതു നീ. ഇവിടെ സ്റ്റാഫ് ഒരു സാബു ഉണ്ട്. സൗണ്ട് ഓർക്കടാ. ഹലോ, ഇക്കിപ്പോ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. വിളിക്കാതായപ്പോ ഞാൻ തിരിച്ചു വിളിച്ചതാ. എന്തൊക്കെയുണ്ട് സുലു വിശേഷം? എന്തൊക്കെ വിളിക്കാതിരുന്നേ? എന്റെ സുലു, ജോലി ഇപ്പോൾ വളരെ കൂടുതലാ. 2 ആഴ്ച പിടിക്കുമെന്ന് ഫ്രീ ആവാൻ. എന്നിട്ട് ഞാൻ സുലുവിനോട് ഒരുപാട് നേരം സംസാരിക്കാമെന്ന് കരുതി. അതാ വൈകി. ഇന്നെന്താ സുലു മോനും കഴിച്ചത്? ഇക്ക, ഇന്ന് ഞങ്ങള് ബിരിയാണി വെച്ച് കഴിച്ചു. മോനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കുമ്പോ ഇക്കാനെ ഓർമ്മ വന്നു. ഇക്ക ഇങ്ങടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ വെറുതെ ആശിച്ചു. എന്റെ സുലു, ഞങ്ങൾ ഇന്നലെയും ബിരിയാണി വെച്ച് കഴിച്ചു. നീയും മോനും നല്ലോണം കഴിക്കണം. ബിരിയാണി എന്നാ ഇക്ക നാട്ടിലൊന്ന് കൂടുക. ഇക്കൊക്കെ ആ ജോലി നിർത്തിയൊന്ന് പോന്നൂടെ? നമുക്ക് ജീവിക്കാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. പിന്നെ അടുത്ത് തന്നെ ഞാൻ ലീവിന് വരുന്നുണ്ട്. സുലുവിനെ മോനെയൊക്കെ ഒന്ന് കാണാൻ. ഇക്കാമ പുതുക്കി കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ നാട്ടിൽ വരും. ഇക്ക പോയിട്ടിപ്പോ 4.5 കൊല്ലായി. മോനിക്കാണെങ്കി വയസ്സ് 4.5 നഴ്സറി ചേർക്കാനയക്കണോനെ. മോന് വലുതായല്ലേ, കാണാൻ കൊതിയുണ്ട്. നീ അവനെ അംഗൻവാടി ചേർക്കിപ്പോ. ഇക്കാമ പുതുക്കിയാൽ എന്തായാലും വരും. നിന്നെയും മോനെയും കാണാൻ ആഗ്രഹമില്ലെന്നാണ് എന്റെ വിചാരം. എല്ലാവരുടെയും കെട്ടിയന്മാര് 2 വർഷം കൂടുമ്പോഴെങ്കിലും വരും. ഭീമാത്താന്റെ മരുമോൻ പിന്നെയും വന്നു. ഇത് 2ാമത്തെ തവണയാ വരുന്നത്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? കരയില്ല സുലു, ഇക്കാമ കിട്ടാൻ നീ ദുആ ചെയ്യണം. ഇക്കാമ കിട്ടിയ ഞാൻ ഉടനെ വരും. മോനെ കാണാൻ വളരെ കൊതിയായി. മോന്റെ പാട്ട് ഉടൻ നാട്ടിലേക്ക് വരാൻ തോന്നുന്നു. എന്ത് ചെയ്യാം? മോനെന്തേ? മോൻ ഉറങ്ങാണ്. ഓന് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. എന്താ വിളിക്കണോ? വേണ്ട, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഇക്കക്ക് എന്താ ഒരു വല്ലായ്മ പോലെ? എന്താ സുലു? ഇക്കക്ക് എന്തോ പറ്റിയതുപോലെ ഒരു തോന്നൽ. സുലു, എന്താടി ഇങ്ങനെ? എനിക്കൊന്നുമില്ല, ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതിന്റെ ക്ഷീണമായിരിക്കും, അല്ലാതൊന്നുമില്ല. നീയൊന്ന് ചിരിക്കുമെന്നേ. വേണ്ട, കള്ളച്ചിരി വേണ്ടാട്ടോ. എനിക്ക് ചിരിക്കണില്ല. സുലു ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. എന്തിനാടാ ജലീല നീ ഭാര്യയോട് കള്ളം പറഞ്ഞത്? നിനക്ക് സത്യം തുറന്നു പറയാമായിരുന്നില്ലടാ. എന്തിനാണ് ഞാൻ അവർ വിഷമിക്കുന്നത്? അവര് സന്തോഷിക്കട്ടെ. എനിക്ക് ആക്സിഡന്റ് പറ്റിയ വിവരം അവരറിഞ്ഞ അവര് വിഷമിക്കും. എന്റെ വേദനയേക്കാൾ വലുതാണ് എന്റെ കുടുംബം വിഷമിക്കുമ്പോൾ. അതുകൊണ്ട് മാത്രമാണ് എന്താടി നിന്റെ കെട്ടിയോ പറഞ്ഞേ?
പോടന്ന്. ജലീലേ, നിനക്കെന്താ പറ്റിയടാ? ഒന്നുമില്ല. അവൻ വല്ല സ്വപ്നം കണ്ട് പേടിച്ചായിരിക്കുന്നു. നിന്റെ കൈക്ക് എന്താ പറ്റിയേ? ഓ, ഒരു സ്വപ്നം കണ്ടതാ. ഓ ശ്ശേ, നാട്ടിൽ പോകാനായില്ലേ? അപ്പൊ സ്വപ്നങ്ങളൊക്കെ കാണും. ഓനവന്റെ പെണ്ണിനെ കണ്ട് പേടിച്ചതായിരിക്കും. അല്ല പിന്നെ ഇന്നത്തെ ഉറക്കം പോയി. ഇവൻ എന്താ പകല് സ്വപ്നം കണ്ടാലേ? അല്ല പിന്നെ അതെ, സമയം ഇനി ബാക്കിയുണ്ട്. ഞാൻ പോയി കിടക്കട്ടെ. ആ പിന്നെ, നീ എന്ത് സ്വപ്ന കണ്ടത്? പറയാൻ പറ്റാത്താണെങ്കിൽ പറയണ്ട. പെണ്ണിനെയാണോ കണ്ടത്? അല്ല, പേടിച്ച് ഒച്ച വെച്ചോണ്ട് ചോദിച്ചതാ. ഓളാണ് കണ്ടത്. എനിക്ക് തോന്നി. ആ, ഞാൻ കിടക്കട്ടെ. പിന്നെ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുന്ന കാരണന്മാര് പറയണേ. അന്റെ ബീവിയെ വിളിച്ച് പറ സ്വപ്നം കണ്ടെന്ന്. ഇക്കിപ്പോ വിളിക്കുന്നു വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. എന്തൊക്കെ വിളിക്കാതിരുന്നേ?